കരുതലിൻ പ്രാതലൊരുക്കി കരുണതൻ കരങ്ങൾ നീട്ടി അൾത്താരയാം തീരമണയം വിളിക്കുന്നു തിരുനാഥൻ. കരുതലിൻ പ്രാതലൊരുക്കി കരുണതൻ കരങ്ങൾ നീട്ടി അൾത്താരയാം തീരമണയം വിളിക്കുന്നു തിരുനാഥൻ. തീർത്ഥാടക ജനമേ തിരുസഭയെ അണയൂ, ജീവിത സാഗരത്തിൻ പ്രിയ യാത്രികരെ അണയൂ. ജീവിതത്തിൻ വലതുവശത്തിനി വലയെറിയാം, നേട്ടങ്ങൾ ഈ യാഗപീഠേ അർപ്പിക്കാം. ജീവിതത്തിൻ വലതുവശത്തിനി വലയെറിയാം, നേട്ടങ്ങൾ ഈ യാഗപീഠേ അർപ്പിക്കാം. ഒരു വലയിലെന്നപ്പോൾ സകലരെയും തിരുസവിധേ ചേർത്തിടാം. ഒരു വലയിലെന്നപ്പോൾ സകലരെയും തിരുസവിധേ ചേർത്തിടാം. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, 2021 ദുഃഖ്രാന തിരുനാൾ ആഘോഷത്തിനായിട്ടിതാ നമ്മൾ അൾത്താരയിൽ ഒരുമിക്കുകയാണ്. ഈ സമയം ലോകമെമ്പാടുമുള്ള സകല ക്രൈസ്തവരെയും, പ്രത്യേകിച്ചും സിറോ മലബാർ സുറിയാനി ക്രൈസ്തവരെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഭാരത ക്രൈസ്തവ ദിനമായിട്ട് കൂടി ഇന്ന് ആചരിക്കുകയാണ്. നമുക്ക് എല്ലാ വിശ്വാസികളെയും ഭാരതത്തിന് വേണ്ടിയും നാടിനും രാഷ്ട്രത്തിനും രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വേണ്ടിയും സഭാതലവന്മാർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കേണ്ട ദിവസം കൂടിയാണ് ഈ ഒരു ദിനം. ഈ അനുഗ്രഹദായകമായ ദിവസം നമുക്കായി ദിവ്യബലി അർപ്പിച്ച് സന്ദേശം നൽകുവാൻ കടന്നു വന്നിരിക്കുന്ന നമ്മുടെ അഭിമന്യ പിതാവിനെ ഏറ്റവും സ്നേഹപൂർവ്വം നമുക്ക് ഈ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യാം. കോവിഡ് ബാധിതനായി ശാരീരിക അസ്വസ്ഥതകളുണ്ടെങ്കിലും തൻ്റെ ജനത്തിനു വേണ്ടി ഇന്ന് പരിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ വളരെ ത്യാഗത്തോടുകൂടിയും അതിനേക്കാൾ ഉപരിയായി സ്നേഹപൂർവ്വം കടന്നു വന്നിരിക്കുന്ന അഭിമന്യ പിതാവിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് അഭിമന്യ പിതാവിൻ്റെ നാമഹേതുക തിരുനാൾ കൂടി നമ്മൾ ആഘോഷിക്കുകയാണ്. പേട്രൺസ് ഡേ, രൂപതാ പേട്രൺസ് ഡേ കൂടിയാണ്. നമ്മുടെ രൂപതയിലെ മുഴുവൻ വൈദികരെയും സമർപ്പിതരെയും അൽമായരെയും എല്ലാ കുടുംബങ്ങളെയും അഭിമന്യ പിതാവിനോട് ചേർന്ന് നമുക്ക് ഈ ബലിയിൽ അർപ്പിക്കാം. അതുപോലെ ഇന്നേ ദിവസം തന്നെയാണ് നാമഹേതുക തിരുനാൾ ആഘോഷിക്കുന്ന കല്യാൺ കത്തീഡ്രൽ ഇടവകയുടെ അസിസ്റ്റന്റ് വികാരിയായിട്ടുള്ള ജിതിനച്ഛനുണ്ട്. അച്ഛനെയും നമുക്ക് പ്രത്യേകം ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അഭിമന്യ പിതാവിനോട് ചേർന്ന് ഏറ്റവും ഭക്തിയോടെ ശ്രദ്ധയോടുകൂടി നമുക്ക് ഈ അനുഗ്രഹത്തിൻ്റെ സ്വർഗീയ ബലിയിൽ പങ്കുചേരാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാ ഒരുമയോടി ബലിയർപ്പിക്കാം.
അനുരഞ്ജിതരായി തീർന്നിടാം. നവമൊരു പീഠമൊരുക്കിടാം. അനുരഞ്ജിതരായി തീർന്നിടാം. നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെ അണച്ചിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെ അണച്ചിടാം. അത്യുന്നതമാ സ്വലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്വ സ്വർഗസ്ഥിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാ നിൻ സ്തുതി തന്നെ സ്തുലമഹിമാവാൻ. ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. മാനവ വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പു സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമിവിടെ ഭവിക്കണമേ. സ്വർഗത്തെന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാ ആഹാരം ഞങ്ങൾക്കിൻ അരുളിയിടണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം. പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിൽ ഒരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപി നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. എന്തെന്നാളെന്നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും.
പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനിലൂടെ രക്ഷയുടെ സന്ദേശം ലോകത്തിൽ നൽകുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ. നമുക്കും അവനോട് കൂടി പോയി മരിക്കാമെന്ന് പറഞ്ഞ് മിശിഹായിക്ക് പൂർണ്ണമായി സമർപ്പിച്ച മാർത്തോമാ ശ്ലീഹായി ഭാരതത്തിന്റെ അപ്പസ്തോലനും വിശ്വാസത്തിന്റെ പിതാവുമായി നൽകിയതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പുണ്യപിതാവിന്റെ ദുഃഖറാന തിരുനാൾ ആചരിക്കുന്ന ഞങ്ങൾ ഈ ദിവരസ്യങ്ങൾ ഭക്ത്യാദരപൂർവ്വം അർപ്പിക്കുവാനും രക്ഷയുടെ ഫലം സ്വീകരിക്കുവാനും യോഗ്യരായി തീരട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവവും. സൈന്യമെന്നെ വളഞ്ഞാലും വൈരികൾ പിന്തുടർന്നാലും ഭീതിയില്ലെനിക്കു തെല്ലും ദൈവമാണൻ പാലകൻ. യദമങ്ങേ വസതിയിൽ കഴിയുവാനൻ മോഹം, മധുരമങ്ങേ മഹിമയിൽ മറയുവാനൻ ദാഹം. കണ്ണിരങ്ങേ കതിരുകൾ കണ്ടു കണ്ടു മയങ്ങണം, കാതിരങ്ങേ കനിവെഴും കഥകൾ കേട്ടുലയിക്കണം. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവവും. ആമേൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്നും പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ.
പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. Amen. First reading, a reading from the book of Genesis, chapter 2, verses 8 to 17. Bless me, Father. May God bless you. And the Lord God planted a garden in Eden, in the east, and there he put the man whom he had formed. Out of the ground the Lord God made to grow every tree that is pleasant to the sight and good for food, the tree of life also in the midst of the garden, and the tree of the knowledge of good and evil. A river flows out of Eden to water the garden, and from there it divides and becomes 4 branches. The name of the first is Pishon. It is the one that flows around the whole land of Havilah, where there is gold, and the gold of that land is good. Bdellium and onyx stone are there. The name of the second river is Gihon. It is the one that flows around the whole land of Cush. The name of the third river is Tigris, which flows the east of Assyria. And the fourth river is the Euphrates. The Lord God took the man and put him in the garden of Eden to till it and keep it. And the Lord God commanded the man, "You may freely eat of every tree of the garden, but of the tree of the knowledge of good and evil you shall not eat. For in the day that you eat of it, you shall die." Then the Lord God said, "It is not good that the man should be alone. I will make him a helper as his partner." This is the word of the Lord. Praise be to Lord our God. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാ, ഹല്ലേലൂയ ഗീതികളാ, ധന്യൻ തോമാശ്ലീഹാദൻ, നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. തങ്കരവിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ, ധന്യൻ തോമാശ്ലീഹാദൻ, നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ, ധന്യൻ തോമാശ്ലീഹാദൻ, നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ, ധന്യൻ തോമാശ്ലീഹാദൻ, നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ
കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. സഹോദരരെ, പൗലോസ്ലീഹ എഫെസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം പിതാവെ ആശീർവദിച്ചാലും. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. 2-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ഇനിമേൽ നിങ്ങൾ അപരിചിതരോ പരദേശികളോ അല്ല, പ്രത്യുത വിശുദ്ധരുടെ സഹപൗരരും ദൈവത്തിൻ്റെ കുടുംബാംഗങ്ങളുമാണ്. ശ്ലീഹന്മാരുടെയും പ്രവാചകന്മാരുടെയും അടിത്തറമേൽ പണിത് ഉയർത്തപ്പെട്ടവർ. അതിൻ്റെ മൂലക്കല്ലല്ലോ ഈശോ മിശിഹായും. അവനിൽ ഭവനമാകെ സമന്വയിക്കപ്പെട്ട് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളും ദൈവത്തിൻ്റെ വാസസ്ഥലമായി ആത്മാവിൽ ഒന്നിച്ച് പണിയപ്പെടുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയമെൻ മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തനമധുവാൻ ഞാനതൊഴുക്കിയിടട്ടെ. ഏറ്റമനുഗ്രഹപൂരിത കവിതൻ തൂലിക പോലിന്നാവിപ്പോൾ. സാധനും അതുപോൽ സുധനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 12 പേരിൽ ഒരുവനും ദിദീമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമ ഈശോ വന്നപ്പോൾ അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റ് ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ വിലാവിൽ എൻ്റെ കൈവയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമായും അവരോട് കൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. ഈശോ വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമായോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ വിലാവിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമാ പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഈശോ അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്നേഹബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള മക്കളെ, ഭാരതത്തിൻ്റെ അപ്പസ്തോലനും വിശ്വാസത്തിൽ നമ്മുടെ പിതാവുമായ മാർ തോമാ ശ്ലീഹായുടെ ദുഃഖറാന തിരുനാൾ നമ്മളിന്ന് ആഘോഷിക്കുകയാണല്ലോ. ആദ്യമായിട്ട് നിങ്ങൾക്കെല്ലാവർക്കും ഈ ദുഃഖറാന തിരുനാളിൻ്റെ മംഗളങ്ങൾ
ഹൃദയപൂർവ്വം ഞാൻ ആശംസിക്കുന്നു. തോമസ് ലീഹായുടെ ഒരു ജെനുവിൻ റെലിക്ക്, തോമസ് ലീഹായുടെ a small part of the bone of Saint Thomas is kept and venerated in this cathedral. അതുകൊണ്ട് തോമസ് ലീഹായുടെ ഒരു സജീവ സാന്നിധ്യം നമ്മുടെ ദേവാലയത്തിലുണ്ട്. തോമസ് ലീഹായെ നമ്മുടെ അപ്പസ്തോലനായിട്ട്, ഭാരതത്തിൻ്റെ അപ്പസ്തോലനായിട്ട് നൽകിയ ദൈവത്തിന് നമുക്ക് ഇന്നേ ദിവസം പ്രത്യേകമായിട്ട് ഹൃദയപൂർവ്വം നന്ദി പറയാം. 2000 വർഷത്തെ ഒരു വിശ്വാസ പാരമ്പര്യം നമുക്കുണ്ട്. നമ്മളൊക്കെ തോമസ് ലീഹായുടെ മക്കളാണ്. അതാണ് നമ്മുടെ വിശ്വാസ പാരമ്പര്യം. എങ്കിലും ചിലപ്പോഴെങ്കിലും ചിലരെങ്കിലും സംശയങ്ങൾ ഉന്നയിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. തോമസ് ലീഹ ഭാരതത്തിൽ വന്നു എന്നുള്ളതിന് നമുക്ക് കൃത്യമായ തെളിവുകളുണ്ടോ എന്നൊരു സംശയം. എനിക്ക് പറയാനുള്ളത്, 12 അപ്പസ്തോലന്മാർ ലോകത്തിൽ വിവിധ ഭാഗങ്ങളിലേക്ക് പോയി സുവിശേഷം പ്രസംഗിച്ചു. അവരെല്ലാവരും രക്തസാക്ഷികളായിട്ട് മരിച്ചു. അവരെക്കുറിച്ചുള്ള തെളിവുകൾ നമ്മൾ എടുത്താൽ അവരിൽ ഒട്ടും കുറയാത്തത് എന്ന് മാത്രമല്ല, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സജീവമായിട്ടും കൃത്യമായിട്ടും തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എവിടെ പ്രസംഗിച്ചു, എവിടെ പ്രാർത്ഥിച്ചു, എവിടെ രക്തസാക്ഷിയായി മരിച്ചു, എവിടെ സംസ്കരിക്കപ്പെട്ടു, അത് ഏറ്റവും കൃത്യമായിട്ട് കൂടുതൽ അറിയുന്നത് തോമസ് ലീഹയെക്കുറിച്ചാണ്. ഒരു അപ്പസ്തോലൻ്റെ ടൂമ്പിന് മുകളിൽ ഒരു കത്തീഡ്രൽ ദേവാലയം ലോകത്തിൽ 3 സ്ഥലത്താണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഇൻ സെയിൻറ്റ് പീറ്റേഴ്സ്, റോം. പത്രോസ് ലീഹായെ സംസ്കരിച്ച ടൂമ്പിൻ്റെ മുകളിൽ. അതാണ് നമ്മുടെ വിശ്വാസ പാരമ്പര്യം. രണ്ടാമതായിട്ട് സന്തിയാഗോ, അവിടെ സെൻറ്റ് ജെയിംസ് കത്തീഡ്രലുണ്ട്. അപ്പസ്തോലനായ യാക്കോബിൻ്റെ ടൂമ്പിന് മുകളിലാണ്. മൂന്നാമത്തത് തോമസ് ലീഹായുടേതാണ്, ഇൻ മൈലാപ്പൂർ സെൻറ്റ് തോമസ് കത്തീഡ്രൽ. 3 ദേവാലയങ്ങൾ ഇന്നും എന്നും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. തോമസ് ലീഹ അല്ലെങ്കിൽ ഈ സ്ലീഹ ഇവിടെ പ്രഘോഷിച്ചു, ഇവിടെ സംസ്കരിക്കപ്പെട്ടു എന്ന്. അത് മാത്രമൊന്നുമല്ല, നമുക്ക് ജീവിക്കുന്ന ഒരു സാക്ഷ്യമുണ്ട്. തോമസ് ലീഹ എവിടെയാണ് വന്ന് ഇറങ്ങിയത് നമുക്കറിയാം. ഇപ്പോഴത്തെ പഠനമനുസരിച്ച് തോമസ് ലീഹ ആദ്യമേ നോർത്ത് ഇന്ത്യയിൽ വന്നു, 2ാമത്തെ പ്രാവശ്യമാണ് കേരളത്തിൽ വന്നത്. ഏതായാലും AD 52 കൊടുങ്ങല്ലൂർ വന്ന് ഇറങ്ങിയെന്നും അവിടെ സുവിശേഷം പ്രസംഗിച്ചെന്നും എവിടെയൊക്കെ പ്രാർത്ഥിച്ചുവെന്നും എവിടെയാണ് രക്തസാക്ഷിയായി മരിച്ചതെന്നും എവിടെയാണ് സംസ്കരിക്കപ്പെട്ടതെന്നുമെല്ലാം തൊട്ട് കാണിച്ച് പറയാൻ സാധിക്കുന്നത്. അതാണ് ദാറ്റ്സ് എ ലിവിങ് ട്രഡീഷൻ തോമസ് ലീഹയെക്കുറിച്ച്. 1-ാം നൂറ്റാണ്ട് മുതൽ നമ്മളെല്ലാവരും തോമസ് ലീഹയുടെ മക്കള്, സെൻറ്റ് തോമസ് ക്രിസ്ത്യൻസ് എന്ന് അഭിമാനിച്ചതും ഏറ്റവും വലിയ തെളിവാണ് തോമസ് ലീഹ നമ്മുടെ അപ്പസ്തോലനായിരുന്നു എന്നുള്ളതിൻ്റെ. അതുകൂടാതെ 3-4 നൂറ്റാണ്ടുകളിലുള്ള സഭാപിതാക്കന്മാർ, അവരുടെ രേഖകൾ നമ്മൾ പരിശോധിച്ചാൽ ഒറിജിൻ, എവ്സേബ്യൂസ്, സെയിൻറ്റ് എഫ്രൈം, ക്രിസോസ്റ്റം, അംബ്രോസ്, ജെറോം, ഇങ്ങനെ കുറേ സഭാപിതാക്കന്മാർ പറയുന്നുണ്ട് തോമസ് ലീഹ ഇന്ത്യയുടെ, പാർത്തിയയുടെ അല്ലെങ്കിൽ പെർഷ്യയുടെ അപ്പസ്തോലൻ, ഇന്ത്യയിൽ ഉൾപ്പെടുന്ന ആ രാജ്യത്തിന് അവരെല്ലാം സാക്ഷ്യപ്പെടുത്തുക. അതുപോലെ തന്നെ ആദിമ നൂറ്റാണ്ട് മുതലുള്ള നമ്മുടെ സഭയുടെ, പൗരസ്ത്യ സുറിയാനി സഭയുടെ, സിറോ മലബാർ സഭയുടെ യാമപ്രാർത്ഥനകൾ, ആ യാമപ്രാർത്ഥന എടുക്കുകയാണെങ്കിൽ അതിനകത്ത് നമ്മൾ പല പ്രാവശ്യം ദൈവത്തിന് നന്ദി പറയുന്നുണ്ട് തോമസ് ലീഹായെ, പ്രത്യേകിച്ച് ഈ സ്ലീഹാ കാലത്ത് തോമസ് ലീഹായെ അപ്പസ്തോലനായിട്ട് നൽകിയതിനെ കുറിച്ച്. ഇതെല്ലാം ശക്തമായൊരു വിശ്വാസ പാരമ്പര്യമാണെന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അപ്പോൾ തോമസ് ലീഹായെ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് അപ്പസ്തോലൻ നൽകിയതിനെ ഓർത്ത് നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. തോമസ് ലീഹായെക്കുറിച്ച് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പ്രസംഗം നടത്തിയപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞതാണ് എൻ്റെ ഇന്നേ ദിവസം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. തോമസ് ലീഹായെക്കുറിച്ച് വായിച്ചു കേൾക്കുമ്പോഴെല്ലാം ആദ്യമായിട്ട് നമ്മൾ വായിച്ചു കേൾക്കുന്നത് തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ വായിച്ച സുവിശേഷ ഭാഗമാണ്. അവിടെ ആദ്യമായിട്ട് എപ്പോഴും പറയുന്നത് എന്താ? തോമസ് ലീഹ എന്ന് അവിശ്വസിച്ചു എന്ന്. ഞാൻ വിലാവിൽ കൈവെക്കാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിശ്വാസി എന്നൊരു പ്രഘോഷണമൊക്കെ കൊടുക്കാറുണ്ട്, വിശേഷണം കൊടുക്കാറുണ്ട് തോമസ് ലീഹായ്ക്ക്. പക്ഷെ നമ്മൾ മറുഭാഗത്ത് നമ്മൾ ഓർക്കണം, തോമസ് ലീഹ എന്തിനു വേണ്ടി ഇങ്ങനെ പറഞ്ഞത്? കാണാതെ വിശ്വസിച്ച ഭാഗ്യവാന്മാരായിട്ട് നമ്മളൊക്കെ തീരണം, അതിനുവേണ്ടി തോമസ് ലീഹ കാണണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് കാണാതെ തന്നെ നമുക്ക് വിശ്വസിക്കാനായിട്ട് തോമസ് ലീഹയുടെ സാക്ഷ്യത്തിന് ശക്തിയുണ്ട്. അതിനുവേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്. അല്ലെങ്കിൽ സഭാപിതാവായ സെന്റ് ഗ്രിഗരി പറയും, എന്തിനു വേണ്ടിയാണ് തോമസ് ലീഹ കർത്താവിൻ്റെ മുറിവിൽ തൊട്ടത്? നമുക്കൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലൊരു അവിശ്വാസമുണ്ട്. ആ അവിശ്വാസത്തിൻ്റെ ഹൃദയത്തിലുള്ള മുറിവിനെ ഉണക്കാൻ വേണ്ടിയിട്ട് തോമസ് ലീഹയുടെ ഒന്ന് തൊട്ടേക്കാൻ പറഞ്ഞു ഹൃദയത്തിൽ. അപ്പം നമ്മുടെ എല്ലാവരുടെയും അവിശ്വാസം മാറിയെന്ന് അങ്ങനെ പറയുക. ഇനി ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പറയുന്ന 3 കാര്യങ്ങൾ. ഒന്ന്, ആദ്യത്തെ ഈ സുവിശേഷ ഭാഗത്തെക്കുറിച്ച് പറയുമ്പം പറയും, സെൻറ്റ് തോമസ് ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ മാതൃക തോമസ് ലീഹയാണ് നമുക്ക് നൽകുന്നത് എന്ന് പറയുമ്പോൾ എന്താ അർത്ഥമാക്കുന്നത്? ഫെയ്ത്ത് ഈസ് നോട്ട് മിയർലി അൻ ഇൻ്റലക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്, ബൗദ്ധികമായിട്ടുള്ള അറിവ്. ഉദാഹരണം എടുക്കാം, തോമസ് ലീഹ ഇല്ലാത്തപ്പോൾ മറ്റ് അപ്പോസ്തലന്മാരുടെ പക്കൽ ഈശോ വന്നു, ഉയർത്തുന്ന ഈശോ.
അവർക്കെല്ലാവർക്കും മനസ്സിലായി ഈശോ ഉയർത്തെഴുന്നേറ്റു. ദാറ്റ് ഇസ് ആൻ ഇന്റലക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്. ബൗദ്ധികമായിട്ട് അവർക്കറിയാം ഈശോ ഉയർത്തെഴുന്നേറ്റു എന്ന്. അതല്ല വിശ്വാസം എന്ന് പറയുന്നത്. ഫെയ്ത്ത് ഈസ് നോട്ട് മിയർലി ആൻ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുമ്പം വിശ്വാസം എന്ന് പറയുന്നത് മനസ്സിലാക്കുകയല്ല, മറിച്ച് അനുഭവിക്കുകയാണ് വിശ്വാസം എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ കോർ ഓഫ് ക്രിസ്ത്യൻ റിലിജിയൻ? എന്താണ് നമ്മൾ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അന്തസ്സത്തെയും ആകത്തുകയും? ഇറ്റ് ഈസ് ആൻ എക്സ്പീരിയൻസ് ഷെയർഡ്. ഒരനുഭവം പങ്കുവെച്ചതാണ്. ഈശോ നമുക്ക് എന്താ അനുഭവം പങ്കുവെച്ചത്? പിതാവായ ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ ഐക്യത്തിലായിരുന്നു പുത്രനായ ഈശോ. ആ ഒരു അനുഭവമാണ് ശിഷ്യന്മാർക്ക് കൊടുത്തത്. ആ അനുഭവം കിട്ടാൻ വേണ്ടിയിട്ടാണ് തോമസ് സ്ലീഹ. അതുകൊണ്ടല്ലേ യോഹന്നാൻ സ്ലീഹ ലേഖനം ആരംഭിക്കുമ്പോൾ തന്നെ പറയുന്നത് എന്താണ്? ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും കരങ്ങൾ കൊണ്ട് തൊട്ടതും കാതുകൊണ്ട് കേട്ടതുമായ അനുഭവിച്ചറിഞ്ഞ വിശ്വാസത്തെക്കുറിച്ച് നിങ്ങളോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്രമായിട്ട് നിൽക്കുന്നത് ഒരനുഭവമാണ്. തോമസ് സ്ലീഹ എന്താണ് ആഗ്രഹിച്ചത്? എനിക്കൊരു അനുഭവം കിട്ടണം. എന്ത്? തൊട്ടറിഞ്ഞൊരു അനുഭവം, ഈശോയുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനം ഏറ്റുവാങ്ങിയ ഒരനുഭവം. അത് നമ്മൾ ഓർക്കേണ്ട സത്യം ഇതാണ്. നമ്മളൊക്കെ വിശ്വാസം പഠിപ്പിക്കുന്നവരാ. എന്താ നമ്മൾ പഠിപ്പിക്കുന്നത്? വിശ്വാസത്തെക്കുറിച്ചും കർത്താവിനെക്കുറിച്ചും അറിയാവുന്നതല്ല, അനുഭവിച്ച കാര്യങ്ങളാണ് നമ്മൾ മറ്റുള്ളവരോട് പറയേണ്ടത്. അതിന് മാത്രമേ ശക്തിയുള്ളൂ എന്ന് തോമസ് സ്ലീഹ നമ്മോട് പറയുകയാണ്. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിന് ഒരു മാറ്റൊരിച്ച് നോക്കാനുണ്ട്. നമ്മളൊക്കെ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പം അതെനിക്കറിയാം. ഈശോ കാലിത്തൊഴുത്തിൽ പിറന്നെന്ന് എനിക്കറിയാം, കാൽവരിയിൽ മരിച്ചു എന്ന് എനിക്കറിയാം, ഉയർത്തെഴുന്നേറ്റു എന്ന് അറിയാം, പലതും നമുക്കറിയാം. എന്തനുഭവം ഉണ്ടായി നമുക്ക്? തോമസ് സ്ലീഹായെ പോലെ ഒരു അനുഭവം നമുക്കുണ്ടായോ? That is a challenge. So the example of St. Thomas is a challenge for you and for me. അവർ അനുഭവം ലഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു വിളി വിശ്വാസം നമുക്ക് നൽകുന്നുണ്ട് എന്ന് ആദ്യത്തെ മാതൃക തോമസ് സ്ലീഹ. രണ്ടാമതായിട്ട് തോമസ് സ്ലീഹയെ നമ്മൾ വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അവിടെ നമ്മൾ എന്താണ്? ശിഷ്യത്വത്തിൻ്റെ ഏറ്റവും നല്ല മാതൃക തോമസ് സ്ലീഹയാണ്. ആദ്യമേ വിശ്വാസം അറിവല്ല അനുഭവമാണെന്ന് പഠിപ്പിച്ചെങ്കിൽ രണ്ടാമത് ശിഷ്യത്വം ഡിസൈപ്പിൾഷിപ്പ് എന്തിലാണ് അടങ്ങിയിരിക്കുന്നത്? അപ്പസ്തോലന്മാരെല്ലാവരും 3 വർഷക്കാലം ഈശോയെ അനുഗമിച്ച വ്യക്തികളാണ്. പിന്നെ അനുഗമിച്ചു. എന്നാൽ യൂദായിലേക്ക് പോകണം എന്ന് ഈശോ പറഞ്ഞപ്പോൾ മറ്റു ശിഷ്യന്മാർക്കൊക്കെ പേടിയായി. കാരണം അവിടെ ഒരു പക്ഷേ പ്രതികൂല സാഹചര്യം ഉണ്ടാകാം, ഒരു പക്ഷേ മരണം നേരിടേണ്ടി വരും. അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു, ബാക്കി എല്ലായിടത്തേക്കും പോകാമെന്ന്. അപ്പോൾ കർത്താവിനോട് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ തോമസ് സ്ലീഹ എന്ത് പറഞ്ഞു? നമുക്ക് അവനോട് കൂടി പോകണം, മരിക്കേണ്ടി വന്നാൽ പോലും നമുക്ക് കർത്താവിനോടൊപ്പം പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യത്വത്തിൻ്റെ കാതൽ എന്താണ് എന്ന് തോമസ് സ്ലീഹ പറയുക? അത് അനുഗമിക്കലല്ല, ഒരു ആത്മബന്ധം. ദിസ് ഇസ് റിലേഷൻഷിപ്പ്, ഒരു ഹൃദയബന്ധം. അതുകൊണ്ട് പൗലോസ് സ്ലീഹ പറഞ്ഞത് നഗ്നതയോ വാളോ മരണമോ ഒന്നിനും കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്നും എന്നെ വേർതിരിക്കാൻ ഒന്നിനും സാധ്യമല്ല. അത്രയും അതൊരു ബന്ധത്തിലേക്ക് വന്നു. For me to live is Christ, even to die. ഞാൻ മരണമാണ് ഞാൻ ജീവിക്കുന്നത്. അതൊരു ആത്മബന്ധത്തിൻ്റെ കാര്യമാണ് പറയുന്നത്, പുറകെ നടക്കുന്ന കാര്യമല്ല. നമ്മളൊക്കെ അനുഗമിക്കുന്നത് പറയുന്നത് അതിലല്ല. നമ്മളെല്ലാവരും പറയും നമ്മൾ ക്രിസ്ത്യാനികളാണ്, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണ്. അനുകൂലമായ സാഹചര്യങ്ങളിലേക്ക് നമ്മൾ കർത്താവിനെ അനുഗമിക്കും. ഒരു പ്രതികൂല സാഹചര്യം ഉണ്ടായാലോ, മരണം തന്നെ ആണ് ഒരുപക്ഷെ നമ്മെ കാത്തിരിക്കുന്നത്, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചാൽ എന്നൊരു സാഹചര്യം നമുക്കിപ്പോൾ ഉണ്ടായിട്ടില്ല. ഉണ്ടാവുകയാണെങ്കിൽ അപ്പോഴേ ഉള്ളൂ നമ്മൾ ശിഷ്യത്വം അറിയത്തുള്ളൂ. അതുകൊണ്ട് കർത്താവ് എന്താ പറഞ്ഞത്? ആരെങ്കിലും ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കുരിശെടുക്കണം മരിക്കാനായിട്ടേ എന്നോടൊപ്പം. ദാറ്റ് ഇസ് ഡിസൈപ്പിൾഷിപ്പ്. അത് തോമസ് സ്ലീഹ നമ്മോട് പറഞ്ഞു, അത് ജീവിച്ച് കാണിച്ചു കൊടുത്തു. അതാണ് അഗൈൻ ഫെയ്ത്ത് ബിക്കംസ് എ ചാലഞ്ച് ഫോർ മീ ആൻഡ് ഫോർ യു. അപ്പോൾ ആ ഒരു ശിഷ്യത്വത്തിലേക്ക് വളരാൻ നമുക്ക് സാധിക്കും. മൂന്നാമതായിട്ട് പറയുന്നു, ക്രൈസ്തവ ജീവിതത്തിൻ്റെ പൂർണ്ണത തോമസ് സ്ലീഹ നമുക്ക് കാണിച്ചു തന്നു. അത് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം നമ്മൾ കാണുന്നുണ്ട്. പിതാവിൻ്റെ പക്കലേക്ക് പോകുന്ന കാര്യം പറഞ്ഞപ്പം അവർക്ക് മനസ്സിലായില്ല. തോമസ് സ്ലീഹ ചോദിച്ചു, വഴി ഞങ്ങൾക്ക് അറിയാൻ പാടില്ല എന്ന്. അപ്പോൾ ഈശോ എന്താ പറഞ്ഞത്? ഐ ആം ദ വേ, ലൈഫ് ആൻഡ് ദ ട്രൂത്ത്. ഞാനാണ് ജീവൻ, ഞാനാണ് വഴി, ഞാനാണ് സത്യം എന്ന് ഈശോ പഠിപ്പിച്ചു. ഇത് മൂന്നും ചേരുന്നതാണ് വാസ്തവത്തിൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുമ്പം സത്യം എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് കർത്താവ് പറഞ്ഞതെല്ലാം നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ചിലർക്ക് പറയും ഞാൻ വിശ്വസിക്കുന്നുണ്ട്, പിന്നെ പള്ളിയും ആരാധനയും കൂതാശയും അതിലൊന്നും എനിക്ക് വലിയ കാര്യമില്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് എന്താ പറ്റുന്നത്? കർത്താവിനെ ജീവനായിട്ട് സ്വീകരിച്ചിട്ട് കർത്താവ് എന്തിനാണ് വന്നത്? പഠിപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നെങ്കിൽ പ്രവാചകന്മാരെ അയച്ചാൽ മതിയായിരുന്നില്ലേ? കർത്താവ് വന്നത് കുരിശ് മരിച്ച് നമുക്ക് വേണ്ടി ജീവൻ നൽകാനായിട്ട്, അത് സമർത്ഥമായിട്ട് നൽകാൻ വേണ്ടിയിട്ടാണ്. അത് കർത്താവ് പറഞ്ഞു, എൻ്റെ ശരീരം ഭക്ഷിക്കുന്നില്ലെങ്കിൽ പാനം ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനില്ല. അപ്പോൾ ഈ കൂതാശകളൊക്കെ സ്വീകരിക്കുക, അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ജീവിക്കുന്നവര് ജീവനില്ലാത്ത ജീവിതം നയിക്കുന്നവരാണ്. ക്രൈസ്തവ ജീവിതം എന്ത് ജീവനില്ല? ദൈവിക ജീവനില്ല. പ്രിയപ്പെട്ടവർ, നമ്മൾ പ്രത്യേകം ഓർക്കണം. രണ്ടാമത്തെ ഘടകം, നമുക്കൊരു ആരാധനയും ഒരു കൂതാശയും ഒരു കുർബാനയും ഇതെല്ലാം ഉണ്ട്. അതിലൂടെ ദൈവം നമുക്ക് നൽകുന്ന ആ ദൈവിക ജീവൻ നമ്മൾ ഉൾപ്പെടുന്നു. അല്ലാതെ വിശ്വസിച്ചുകൊണ്ട് മാത്രമായില്ല, ആ ജീവൻ അതിൻ്റെ അവിഭാജ്യ ഘടകമാണ്. മൂന്നാമതായിട്ട് എന്താണുള്ളത്? വേറെ ചിലർക്ക് പറയും ഞാൻ വിശ്വസിക്കുന്നൊക്കെയുണ്ട്,
ഒരുപക്ഷെ കൂദാശം സ്വീകരിക്കുന്നുണ്ട്, ദൈവത്തിന് പ്രമാണമൊന്നും അനുസരിക്കുകയില്ല. അതിനെയൊക്കെ ഒന്ന് ചോദ്യം ചെയ്യുക. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ, അബോർഷനോ അതൊക്കെ ചെയ്താലും കുഴപ്പമൊന്നുമില്ലെന്നേ. അങ്ങനെ ദൈവത്തിൻ്റെ പ്രമാണത്തെ ധിക്കരിച്ചു, അതൊരു ഭാഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രമാണങ്ങൾ അനുസരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അതൊക്കെ ചോദ്യം ചെയ്താലും കുഴപ്പമില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ജീവിത ശൈലി വളർന്നു വരികയാണ്. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കാതെ ദൈവത്തിൻ്റെ വഴി വിട്ട് ചരിക്കുന്നവരാരും കർത്താവിൻ്റെ ശിഷ്യരല്ല. അത് പ്രത്യേകം ഓർക്കണം. ദൈവത്തിൻ്റെ പ്രമാണമൊന്നും അനുസരിക്കാതെ ദൈവം കാണിച്ചു തന്ന ജീവിതത്തിൻ്റെ വഴി വിട്ട് സ്വന്തം വഴിയിലൂടെയും സ്വന്തം പ്രമാണം അനുസരിച്ച് ജീവിക്കുന്നവർ കർത്താവിൻ്റെ ശിഷ്യരെന്ന് അഭിമാനിക്കാനായിട്ട് വിശേഷിപ്പിക്കാനുള്ള യോഗ്യത പോലുമില്ല. അങ്ങനെ ധാരാളം പേര് ഒരുപക്ഷെ ഉണ്ടായേക്കാം. നമ്മൾ തിരിച്ചറിയണം, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ച് നോക്കണം. ഞാനൊരു ക്രൈസ്തവനാണെന്നും പറഞ്ഞ് വിശ്വസിച്ച് കൂദാശ സ്വീകരിച്ച് ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ പ്രമാണം അനുസരിച്ച് ജീവിക്കാൻ എത്രമാത്രം ഞാൻ താല്പര്യപ്പെടുന്നുണ്ട്? അതോ ആ കാര്യം വരുമ്പോൾ ഞാൻ സ്വന്തം ഇഷ്ടമാണോ? എങ്കിൽ ഞാൻ സ്വന്തം വഴിയിലൂടെയാണ് പോകുന്നത്, കർത്താവ് കാണിച്ച വഴിയിലൂടെ അല്ല പോകുന്നത് എന്ന് സത്യം. അതുകൊണ്ടാണ് മാർപ്പാപ്പ പറഞ്ഞത് ക്രൈസ്തവ ജീവിതത്തിൻ്റെ പൂർണ്ണത എന്തിലാണ് അടങ്ങിയിരിക്കുന്നത് എന്ന്. തോമാസ് ശ്ലീഹ നമുക്ക് വഴി കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുകയാണ്. കർത്താവ് പറഞ്ഞത് വിശ്വസിക്കണം, കർത്താവ് നൽകുന്ന ജീവൻ നമ്മൾ ഉൾക്കൊള്ളണം, കർത്താവ് കാണിച്ചു തരുന്ന പ്രമാണങ്ങളുടെ വഴിയിലൂടെ നമ്മൾ മുമ്പോട്ട് പോകണം. അപ്പോഴേ നമ്മൾ സ്വർഗത്തിൽ ചെത്തുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമുക്ക് വീണ്ടും ദൈവത്തിന് നന്ദി പറയാം. വിശ്വാസത്തെക്കുറിച്ച് തോമാസ് ശ്ലീഹായുടെ നമ്മെ പഠിപ്പിക്കുന്നതിനെ ഓർത്ത് വിശ്വാസം ഒരു അറിവല്ല, ഒരു അനുഭവമാണ്. ശിഷ്യത്വം എന്ന് പറഞ്ഞാൽ അനുഗമിക്കലല്ല, ഒരു ആത്മബന്ധമാണ്. അതുപോലെ ക്രൈസ്തവ ജീവിതം എന്ന് പറയുമ്പം അവിടുത്തെ നമ്മൾ സത്യമായിട്ടും ജീവനായിട്ടും വഴിയായിട്ടും സ്വീകരിച്ച് ആ പാതയിലൂടെ നമ്മൾ പോകുമ്പം തോമാസ് ശ്ലീഹായുടെ മാതൃകയെ അനുകരിച്ച് നമ്മൾ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ നീങ്ങുകയാണ്. നമുക്ക് വീണ്ടും നമുക്ക് അപേക്ഷിക്കാം. നമുക്ക് കുർബാനയിൽ നമ്മുടെ നിയോഗങ്ങളൊക്കെ സമർപ്പിക്കാം. വീണ്ടും വീണ്ടും എപ്പോഴുമൊക്കെ കേൾക്കാറുണ്ട്, ഈ കൊറോണ അല്പം ഒരു ശമനം വരുമ്പോൾ വീണ്ടും നീ വരുമോ, ഡെൽറ്റ പ്ലസ് അങ്ങനെയൊക്കെ പറയുമ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വീണ്ടും ഒരു ആകുലത, നാളെയെക്കുറിച്ച്. നമുക്ക് ഈ ആകുലതകളും നമ്മുടെ വേദനകളും രോഗങ്ങളും രോഗശാന്തിയും ഇതെല്ലാം നമുക്ക് ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നന്ദി പറയാം. തോമാസ് ശ്ലീഹായുടെ മാധ്യസ്ഥത്തിലൂടെ നമ്മളെല്ലാവർക്കും ധാരാളം ദൈവാനുഗ്രഹങ്ങൾ ലഭിക്കുവാനായിട്ട് ഈ വിശുദ്ധ ബലി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടുന്ന കർത്താവെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദരിദ്രർക്ക് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എന്നരുളി ചെയ്ത മിശിഹായെ, സുവിശേഷ ഭാഗങ്ങൾക്കൊത്ത വിധം ജീവിച്ചുകൊണ്ട് നിന്റെ സത്യത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹായുടെ മാതൃക അനുസരിച്ച് നിന്നോടുകൂടി മരിക്കുവാൻ സന്നദ്ധരായ അനേകം മിഷണറിമാരെ ഭാരതത്തിൽ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ ശിഷ്യന്മാരെ നിയോഗിച്ച മിശിഹായെ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷന്മാർ തോമസ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും പ്രേക്ഷിത രംഗങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ആത്മാവിന്റെ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ജീവിതത്തിലെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതരായി പ്രശോഭിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ സമൃദ്ധമായി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. വഴിയും സത്യവും ജീവനും ഞാനാകുന്നെന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയ മിശിഹായെ, നിന്നെ ഞങ്ങളുടെ സർവസ്വവുമായി സ്വീകരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്നുദ്ഘോഷിച്ചുകൊണ്ട് നിന്നുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ തോമാസ് ശ്ലീഹായെ പോലെ കർത്താവും ദൈവവുമായി നിന്നെ ഏറ്റുപറയാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കും അവനോടുകൂടി പോയി മരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർഭയനായി നിന്നെ അനുഗമിച്ച തോമാസ് ശ്ലീഹായെ പോലെ നിന്നെ പ്രതി ജീവൻ പോലും ത്യജിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്ന ലോകമെമ്പാടുമുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെ സുഖപ്പെടുത്തണമെന്നും രോഗബാധയിൽ നിന്നും ഞങ്ങളെയും രോഗി ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ നഴ്സുമാരെയും ഡോക്ടർമാരെയും മറ്റ് ആരോഗ്യ ശുശ്രൂഷകരെയും സംരക്ഷിക്കണമെന്നും
ഈ പകർച്ചവ്യാധിയെ പ്രതിരോധിക്കാൻ ആവശ്യമായ മാർഗങ്ങൾ കണ്ടെത്തുവാൻ സഹായിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപ കേൾക്കണമേ. സ്നേഹപിതാവായ ദൈവമേ, ഉണ്ണീശോയുടെ വളർത്തു പിതാവും പരിശുദ്ധ കന്യാമറിയത്തിന്റെ വിരക്ത ഭർത്താവുമായ മാർ യോസേപ്പ് പിതാവിന്റെ മാതൃക അനുകരിച്ച് ദൈവഹിതപ്രകാരം ജീവിക്കുവാനും ദൈവം തങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ജോലികൾ വിശ്വസ്തയോടെ നിറവേറ്റുവാനും ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥ സഹായത്താൽ ഈശോയിൽ കേന്ദ്രീകൃതമായ കുടുംബങ്ങൾക്ക് രൂപം കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ രൂപതയിലെ എല്ലാ കുടുംബങ്ങളെയും പ്രത്യേകിച്ച് കുടുംബനാഥന്മാരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ മിശിഹായി, നിന്നിൽ ആഴമായി വിശ്വസിച്ച മാർ തോമാസ് സ്ലീഹായി, പിതാവും സ്ലീഹായുമായി ഞങ്ങൾക്ക് നൽകിയ നിന്റെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പുണ്യാത്മാവിൻ്റെ വിശ്വാസദാർഢ്യവും ധൈര്യവും പ്രേക്ഷിത ചൈതന്യവും ഞങ്ങൾക്കും നൽകണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. മിശിഹാ കർത്താവിൻ തിരുമേനിണവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളോടണയുക നാം അഖിലരുമൊന്നായി സന്നിധിയിൽ വാനവനിരയോട് ചേർന്നേവം പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. താതനുമതുപോലാത്മജനും ദിവ്യരൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയൗസേപ്പിനെയും സാദരമൂർത്തിടാ പാവനമീ ബലിയിൽ ആദിയിലെ പോലെന്നേക്കും ആമേനാമേൻ. സുതരുടെ പ്രേക്ഷിതരേ ഏകജ സ്നേഹിതരേ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേൻ. മാർത്തോമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാ നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും
ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തു വസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാൻ നിത്യം വാഴ്ത്തിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടി ഏക സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈംഗികവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേക്ക് മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർഗീസമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകരുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരീ സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തെ ജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരനെ, ഈ കൃപാൻ എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനു വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങളെ അങ്ങ് കാരുണ്യാതരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകി ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടി.
അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവൻ. ഭയഭക്തി ജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്നെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവൻ. സമാധാനം നമ്മോടുകൂടെ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹം ഇസഹാക്ക് യാക്കോബ് എന്നിവതൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ. അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലി അർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അല്ലെങ്കിൽ ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായി അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവയന്മാരുടെയും ശ്രാപ്പയന്മാരുടെയും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉമ്മായുച്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ. മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ. മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ. ഉന്നത വീതിയിലോശാന ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീതിയിലോശാന.
കർത്താവായ ദൈവമേ, സ്വർഗീയഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശ്യനും അങ്ങയിൽ നല്ല പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു. വിവേകവും ബുദ്ധിയുമുള്ള അമർത്ഥമായ ആത്മാവോടും അർത്ഥമായ ശരീരത്തോടും കൂടി പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ഈ ദാസർ നിന്നെതിരെ സന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമയിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ കർദിനാൾ മാർ ജോർജ് മെത്രാപ്പോലീത്തയ്ക്ക് വേണ്ടിയും ഇന്ന് നാമഹേതുക തിരുനാൾ ആഘോഷിക്കുന്ന ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ തോമസ് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതർ, ആത്മായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമാം വിധം വർത്തിച്ച് നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും
ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മ ആചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാപനസ്മരണ അങ്ങയുടെ അവർണിരവും സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസയുടെ സജീവവും ജീവദായകമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്ത എല്ലാവരും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൻ ആദരാ ഞങ്ങളർപ്പിക്കും. സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേ എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരകത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. പാപമോചകമായ തിരുശരീര രക്തങ്ങളെയും സുഗന്ധപൂരിതമാക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിനു മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു.
ഇത് ഭക്ഷിക്കുന്നോ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകിടുമപ്പം ഞാൻ, സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ, എന്നിൽ നിത്യം ജീവിക്കും, നേടുമവൻ സ്വർഗം നിശ്ചയമായി. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാങ്ങുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിച്ചുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിനെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ നിന്ദാസരാമിവതൻ പാപകടങ്ങൾ മോചിക്കേണമേ, കലഹം മാറ്റാം ഭിന്നത നീക്കിടാം, മനസാക്ഷി നിർമ്മലമാക്കിടാം. കർത്താവേ നിന്ദാസരാമിവർത്തൻ പാപകടങ്ങൾ മോചിക്കേണമേ, ദേഷ്യം നീക്കാം ശത്രുത കൈവെടിയാം, ആത്മാക്കൾ പാവനമാക്കിടാം. കർത്താവേ നിന്ദാസരാമിവർത്തൻ പാപകടങ്ങൾ മോചിക്കേണമേ, ഭക്തിയൊടങ്ങേ കൈക്കൊണ്ടിടാം, റൂഹായാലതി നിർമ്മലരായി തീരാം. കർത്താവേ നിന്ദാസരാമിവർത്തൻ പാപകടങ്ങൾ മോചിക്കേണമേ, യോജിപ്പോടും സ്നേഹാരൂപിയിലും ഉൾക്കൊള്ളാം ദിവ്യനിരഹസ്യങ്ങൾ. കർത്താവേ നിന്ദാസരാമിവർത്തൻ പാപകടങ്ങൾ മോചിക്കേണമേ, ഞങ്ങൾക്കിവ നീ ഉദ്ധാനത്തിനും രക്ഷയ്ക്കും കാരണമാക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ, സ്വർഗരാജ്യത്തിലെ സകല വിശുദ്ധരും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ.
കർത്താവെ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അധരകൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിലവിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വരാ, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നവന്റെ സൈന്യങ്ങൾ നിങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടി. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ജനത്തിനുടേതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകറുഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് അരൂപിയിൽ ദിവ്യകാരുണ്യനാഥനെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഈ സമയം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ തോമാസ് ലീഹായെ പോലെ വിശ്വാസ തീക്ഷ്ണതയിൽ ആഴപ്പെടുവാനും ദൈവ അനുഭവത്തിൽ വളരുവാനും നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ഈശോയെ, പരിശുദ്ധ കുർബാനയിൽ സത്യമായും സജീവമായും അങ്ങ് സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എല്ലാത്തിനേക്കാളും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങേ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങേ ഔദാശികമായി സ്വീകരിക്കുവാൻ എനിക്ക് അസാധ്യമാകയാൽ ഈശോയെ, ആത്മീയമായി അങ്ങ് ഹൃദയത്തിൽ വന്ന് വസിക്കണമേ. അങ്ങിപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നുവെന്ന് ഞാൻ വിശ്വസിച്ചേറ്റു പറയുന്നു. അങ്ങുമായി ഐക്യത്തിൽ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിൽ പങ്കുചേർന്ന് മാർ തോമാസ് ലീഹായുടെ ഓർമ്മ ആചരിക്കുവാൻ
അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകി. ഈ ദാനത്തെ പ്രതി അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ പ്രത്യാശയായ മിശിഹായെ, പരിശുദ്ധ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങൾ പൊറുക്കുകയും പാപങ്ങൾ മോചിക്കുകയും നിത്യജീവനിൽ ഞങ്ങളെ പങ്കുചേർക്കുകയും ചെയ്തു. ഈ അമൂല്യമായ ദാനം എന്നും വാഴ്ത്തപ്പെട്ടതാകട്ടെ. മാർത്തോമാ ശ്ലീഹായെ പോലെ ഞങ്ങളും ഈ ഭൂമിയിൽ നിന്നെ ഏറ്റുപറയുന്നതിനും ജീവിതത്തിലൂടെ നിനക്ക് സാക്ഷ്യം വഹിക്കുന്നതിനും സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സുവിശേഷത്തിൻ പൊൻകിരണം ഭാരതനാടിൻ നൽകിടുവാ മാർത്തോമായി സകലേശൻ കരുണയോടേവം അയച്ചല്ലോ. വിശ്വാസത്തിൻ ഭാസുരമാ ദീപ്തിയിലേവർ അണിചേരാ ഇടയാകട്ടെ തിരുസഭയിൽ സുവിശേഷം കതിർ ചൂടട്ടെ. സ്നേഹപിതാവാം മാർത്തോമാ മാതൃകയാകൻ എന്നാളും പ്രേക്ഷിതരായി ജീവിക്കാൻ ജീവിത സാക്ഷ്യം നൽകിടുവാ. രക്ഷക കൃപയും താതൻ തൻ സ്നേഹവുമൊപ്പം റുഹാതൻ സഹവാസവുമുണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്നിൽ നിന്ന് ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, അഭിമന്യ പിതാവ് തൻ്റെ സന്ദേശത്തിൽ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ തോമാസ് ലിഹായുടെ തിരുശേഷിപ്പ് നമ്മുടെ ദേവാലയത്തിൽ പ്രതിഷ്ഠിതമാണ്. ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്ന് അനേകം പേര് വിശുദ്ധ തോമാസ് ലിഹയുടെ മാധ്യസ്ഥം വിളിച്ചപേക്ഷിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിച്ചിട്ടുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും തന്നെ. തുടർന്ന് വരുന്ന ലതീഞ്ഞിൻ്റെ സമയമാണ്. ഈ സമയത്ത് വിശുദ്ധൻ്റെ തിരുശേഷിപ്പ് പ്രത്യേകമായിട്ട് ഇതാ ദേവാലയ അൾത്താരയിലേക്ക് എടുക്കപ്പെടുകയാണ്. വിശുദ്ധൻ്റെ തിരുശേഷിപ്പിൻ്റെ ആശീർവാദം സ്വീകരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണോ ഇരുന്നുകൊണ്ട് ഇപ്പോൾ ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരുക. നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം ഒന്ന് കരങ്ങൾ കൂപ്പാം, കണ്ണുകൾ അടച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോയെ തൊട്ടറിഞ്ഞ വിശ്വാസത്തിൻ്റെ ഉടമയായ ഭാരതത്തിൻ്റെ അപ്പോസ്തോലനായിട്ടുള്ള വിശുദ്ധ തോമാസ് ലിഹായുടെ ആ കരങ്ങളുടെ ഒരു എല്ലിൻ്റെ കഷ്ണം ഇന്ന് ലോക വണക്കത്തിനായിട്ട്, നമ്മുടെ പ്രത്യേകമായിട്ടുള്ള വണക്കത്തിനായിട്ട് നൽകപ്പെട്ടിരിക്കുകയാണ്. അതിലൂടെ വിശുദ്ധൻ്റെ സജീവ സാന്നിധ്യമാണ് അനുഭവിക്കുവാനായിട്ട് നമുക്കിട വന്നിരിക്കുക. നമുക്ക് പ്രത്യേകമായിട്ട് വിശുദ്ധ തോമാസ് ലിഹയുടെ മാധ്യസ്ഥം യാചിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വിശുദ്ധ തോമാസ് ലിഹ വഴി ദൈവം വർഷിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നമുക്ക് തൃത്വൈക ദൈവത്തിന് നന്ദി പറയാം. അതുപോലെ ഇപ്പോൾ ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ വേദനകളെയും പ്രയാസങ്ങളെയും ദുഃഖങ്ങളെയും രോഗാവസ്ഥകളെയും
കുടുംബജീവിത പ്രശ്നങ്ങളും ദാമ്പത്യ ജീവിതത്തിൽ വിഷമതകളുണ്ടെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള സങ്കടങ്ങളിലൂടെയൊക്കെ നമ്മൾ ഇന്ന് കടന്നു പോകുന്നുവെങ്കിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ പരിശുദ്ധ ബലിയിലൂടെ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിച്ചു. നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന വിശുദ്ധ തോമാസ് ലീഹായുടെ പ്രത്യേകമായ ആ വലിയ നന്മ നമുക്ക് ഈ സമയം വിളിച്ചപേക്ഷിക്കാം. വിശുദ്ധൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, പ്രത്യേകിച്ചും ഭാരത സഭയിലേക്ക്, നമ്മുടെ കല്യാൺ രൂപതയെ മുഴുവനായിട്ടും സമർപ്പിക്കാം. അഭിമന്യ പിതാവിനെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ എല്ലാ വൈദികരെയും സമർപ്പിതരെയും ദൈവജനത്തെയും വിശ്വാസികളെയും വിശുദ്ധൻ്റെ മാധ്യസ്ഥത്തിന് വേണ്ടി നമുക്ക് സമർപ്പിച്ചുകൊണ്ട് തുടർന്ന് വരുന്ന ലതീഞ്ഞിൻ്റെ പ്രാർത്ഥനയിൽ പങ്കുചേരാം. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗപിതാവാം സകലേശ ദിവ്യാനുഗ്രഹമേ ഗണമേ. നരരക്ഷകനാം മിശിഹായേ ദിവ്യാനുഗ്രഹമേ ഗണമേ. ദൈവാത്മാവാം സകലേശ ദിവ്യാനുഗ്രഹമേ ഗണമേ. പരിപാവനമാം ത്രിത്വമേ ദിവ്യാനുഗ്രഹമേ ഗണമേ. വിശുദ്ധി വിരിയും പാതകളിൽ ചരിച്ചു നാദനു സമ്മോദം നിറച്ച പാവന ധീരാത്മാ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ക്രൂശിതനായൊരു ദൈവത്തിൻ പൂജിതമാം തിരുമാതൃകയാൽ കുരിശിൻ പാദപുണർന്നവനേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ആനന്ദത്തിലുമല്ലലിലും പ്രീതി മഹേശനു ചേർത്തൊടുവിൽ നിത്യ കിരീടമണിഞ്ഞവൻ നീ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിനീതനായ വിശുദ്ധാത്മാ വിരിഞ്ഞു പൊന്തിയ വെൺമലരെ നിറഞ്ഞ നീതി പുണർന്നിടുവാൻ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ലോകവും അതിനോട് ആശകളും ധീരതയാർന്നു വെടിഞ്ഞവൻ നീ വിനയത്തിൻ തിരുമാതൃകയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ഉലകിൻ മോഹനദീപം നീ, ധരയുടെ ശാശ്വത ലവണം നീ, മലയിലുയർന്നൊരു നഗരം നീ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ഉപവാസത്തിൻ പാതകളിൽ പ്രാർത്ഥന തീർത്തൊരു ദീപവുമായി പാഞ്ഞു കിരീടമണിഞ്ഞവനേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സ്വർഗതലത്തു മഹോന്നതമാം നിക്ഷേപങ്ങൾ നിറച്ചവനെ ചിന്തകൾ വിണ്ണിലുയർത്തിടുവാൻ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി.
വന്നൊരു പുണ്യാത്മാ, പനിമലരായി വന്നൊരു പുണ്യാത്മാ, മാമലമേലുയരും നഗരം നീ, മോഹനമാം നിർമ്മല ദീപം നീ, മാമലമേലുയരും നഗരം നീ, മോഹനമാം നിർമ്മല ദീപം നീ, ധരയിന്മേൽ മർത്യനു മാതൃക നീ, വിനയമുടെ വന്ദനമരുളുന്നു, ധരയിന്മേൽ മർത്യനു മാതൃക നീ, വിനയമുടെ വന്ദനമരുളുന്നു. ആത്മികവും ശാരീരികവുമായ എല്ലാ വരങ്ങളാലും പരിശുദ്ധ കന്യകാമറിയത്തെ അലങ്കരിച്ച ദൈവമേ, അക്കന്യകളുടെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നീതിമാനായ മാർ യൗസേപ്പിൻ്റെയും സകല വിശുദ്ധരുടെയും സുഹൃത്തുക്കളും പ്രാർത്ഥന ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. തിരുസഭയുടെ മേൽധ്യക്ഷന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറച്ചുവരും സുഹൃത്തുക്കളിൽ തീക്ഷ്ണതയുള്ളവരുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. പ്രത്യേകമായി തിരുസഭയുടെ അധിപനായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടിയും അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിവസം പ്രത്യേകമായി ഞങ്ങൾ അനുസ്മരിക്കുന്ന വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ സുഹൃത്തുക്കളെക്കുറിച്ച് ആത്മികവും ശാരീരികവുമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഇടവക സമൂഹത്തെയും എല്ലാ കുടുംബങ്ങളെയും ആശീർവദിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. അത്ഭുതകരമായ വരങ്ങളാൽ വിശുദ്ധരെ അലങ്കരിക്കുവാൻ തിരുവുള്ളമായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെയും വിശുദ്ധ തോമാസ് ശ്ലീഹായുടെയും സുഹൃത്തുക്കൾ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ തിരുമനസ്സിന് യോജിച്ച വിധത്തിൽ ഞങ്ങളുടെ ഉദ്ദിഷ്ടകാര്യം സാധിച്ചു തന്നുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും ആമേൻ. സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ നമുക്ക് അർപ്പിക്കാം. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ സമാപിക്കുമ്പോൾ വിശുദ്ധൻ്റെ മാധ്യസ്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വിളിച്ചപേക്ഷിക്കുന്നു. ഇന്ന് നാമഹേതുക തിരുനാൾ ആഘോഷിക്കുന്ന നമ്മുടെ അഭിമന്യ പിതാവിനും അതുപോലെ ബഹുമാനപ്പെട്ട ജിതിനച്ഛനും മറ്റെല്ലാ തോമസ് നാമധാരികൾക്കും നിങ്ങൾക്കെല്ലാവർക്കും ദുഃഖറാന തിരുനാളിൻ്റെ ആശംസകളും മംഗളങ്ങളും ദൈവാനുഗ്രഹങ്ങളും നേർന്നുകൊള്ളുന്നു. മധ്യസ്ഥനായ വിശുദ്ധ തോമാസ് ശ്ലീഹായേ, ഇടവക മധ്യസ്ഥനായ വിശുദ്ധ തോമാസ് ശ്ലീഹായേ, ഉരുകുന്ന മനമോടെ ഞങ്ങൾ നിൻ മുൻപിലണയുന്നു താതാ, കണ്ണീരിൻ പ്രാർത്ഥന കേട്ടു നീ കനിയൂ, മാധ്യസ്ഥം ഞങ്ങൾക്കിന്നേകൂ. വിശ്വാസത്തിൻ നിറവോടെ നിൻ തിരുശേഷിപ്പിനരികെ വന്നണയുന്നിൻ മക്കൾക്കായി പ്രാർത്ഥിക്കണമേ താതാമേ. വിശ്വാസത്തിൻ നിറവോടെ നിൻ തിരുശേഷിപ്പിനരികെ
വന്നണയും നിൻ മക്കൾക്കായി പ്രാർത്ഥിക്കണമേ താരാമേ. മുറിവിനാഴങ്ങൾ കണ്ടു നടങ്ങിയ ശ്രീഹായേ, പാപികൾ ഞങ്ങൾ തന്നോവുകളും തിരുസവിധേ അർപ്പിച്ചിടണമേ. തിരുഹിതമെന്നും അറിയാനും നിൻ വിശ്വാസത്തിൽ വളരാനും പാപത്തിൽ നിന്നും നേർക്കാനും നിൻ പുണ്യത്തിൻ വഴി പുൽകാനും പ്രാർത്ഥിക്കണമേ നിൻ മക്കൾക്കായി. വിശ്വാസത്തിൻ നിറവോട് നിൻ തിരുശേഷിപ്പിൻ അരികെ വന്നണയും നിൻ മക്കൾക്കായി പ്രാർത്ഥിക്കണമേ താരാമേ. വിശ്വാസത്തിൻ നിറവോടെ നിൻ തിരുശേഷിപ്പിൻ അരികെ വന്ന